ഈ മുഖമൊക്കെ പണം കൊടുത്ത് ആരെങ്കിലും കാണുമോ? 30 വർഷം മുമ്പ് തമിഴ് സിനിമയിൽ വന്ന ഒരു പുതുമുഖ നടനെ പറ്റി ഒരു തമിഴ് മാഗസിൻ എഴുതിയ വാചകമാണിത്. നായകന് പറ്റിയ മുഖമാണോ? അവൻ്റെ അച്ഛൻ സംവിധായകനായതുകൊണ്ട് ഇതെല്ലാം നടക്കും. സിനിമയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അപമാനവും പരിഹാസങ്ങളും നേരിട്ടു. ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞ ചരിത്രവുമുണ്ട്. എന്നാൽ അതേ നായകനെ വാനോളം പുകഴ്ത്തി അതേ മാഗസിനിൽ തന്നെ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചു ഈ പുതുമുഖ നായകൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രൊഡ്യൂസർമാർ കാവലിരുന്നു. ആ പുതുമുഖ നടൻ ആരാണെന്നറിയണ്ടേ? നമ്മളെല്ലാം നെഞ്ചോട് ചേർത്ത വാനോളം ഉയർത്തിപ്പിടിച്ച നമ്മളിൽ ഒരാളായ ഇളയ ദളപതി വിജയ്. മധുര മലയാളം ബ്രദേഴ്സ് ചാനലിൻ്റെ പക്കത്ത് വീട്ട് പയ്യന് 50 വയസ്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിശങ്കർ. സൂപ്പർ താരവും ഇളയ ദളപതി വിജയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സെല്ലുലോയിഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ തികഞ്ഞ പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇക്കഴിഞ്ഞ ജൂൺ 22-നായിരുന്നു മഹാനടനായ വിജയുടെ ജന്മദിനം. വിപുലമായ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് തമിഴ്നാട്ടിൽ മദ്യദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് താങ്ങും തണലുമായ ഒരു ജനനായകനെയായിരുന്നു നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വിജയ് സിനിമയിൽ വന്നപ്പോൾ തമിഴ് പ്രേക്ഷകന് തോന്നിയത് തൊട്ടടുത്ത വീട്ടിൽ നമ്മൾക്ക് എന്താവശ്യത്തിനും ഏതൊരു 80 കാലഘട്ടങ്ങളിൽ തമിഴ് സിനിമയിൽ ധാരാളം സിനിമകൾ സംവിധാനം ചെയ്ത S.A. ചന്ദ്രശേഖരനാണ്. സിനിമാ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതെങ്കിലും സിനിമയോട് വലിയ താല്പര്യമൊന്നും തോന്നാതെ ഉൾവലിഞ്ഞു നിന്ന വിജയിയെ സിനിമയിലേക്ക് എത്തിച്ചതും അച്ഛനായ ചന്ദ്രശേഖരൻ തന്നെയാണ്. പിന്നീട് വിജയകാന്ത് ചന്ദ്രശേഖർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കുടുംബം, വസന്തരാഗം, ചട്ടമൊരു വിളയാട്ട്, ഇത് എങ്കൽ നീതി എന്നീ സിനിമകളിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട വിജയ് 1985-ൽ ഭാഗ്യരാജും രജനികാന്തും ഒന്നിച്ച് അഭിനയിച്ച ഞാൻ സികപ്പു മനിതൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ബാലതാരമായി തിളങ്ങി. മുതിർന്ന ശേഷവും 1992-ൽ ചന്ദ്രശേഖറിൻ്റെ നാളെയെ തീർപ്പ് എന്ന ചിത്രത്തിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ചിത്രം പരാജയപ്പെട്ടുവെങ്കിലും അതിലെ അഭിനയത്തിന് ഏറ്റവും നല്ല പുതുമുഖ നടനുള്ള സിനിമ എക്സ്പ്രസ് അവാർഡ് വിജയ് കരസ്ഥമാക്കി. மிஸ்டர் மேத்தா, அப்பனைய பேர் சொல்லி கூப்பிடுற. எனக்கு விவரம் தெரிஞ்ச நாள்ல இருந்து ஒரு நாள் கூட எனக்கு அப்பனா நடந்துகிட்டதே இல்ல. அதனாலதான் உன்னை அப்பன் கூப்பிடுறதுக்கே മനസ്സ് വര മാട്ടേങ്ക. പിന്നീട് വിജയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ദേവ, വിഷ്ണു എന്നീ ചിത്രങ്ങൾ തുടങ്ങി ശിവാജി ഗണേശനോടൊപ്പം വൺസ് മോർ എന്ന ചിത്രത്തിൽ വിജയ് തിളങ്ങി. 1998-ൽ തമിഴ്നാട് സർക്കാർ വിജയ്ക്ക് കലൈ മാമണി പട്ടം നൽകുകയുണ്ടായി. സംഘടനാ രംഗങ്ങളും നൃത്തരംഗങ്ങളും ഇഷ്ടപ്പെടുന്ന തമിഴ് പ്രേക്ഷകർ വിജയെ തങ്ങളുടെ ഹീറോ ആക്കി മാറ്റുകയുണ്ടായി. 80കളുടെ തുടക്കത്തിൽ സിനിമയിൽ പ്രവേശിച്ച വിജയ് 90കളിൽ വലിയ താരപദവി നേടി തമിഴകത്തിൻ്റെ ഇളയ ദളപതിയായി വാഴ്ത്തപ്പെട്ടു. കമലഹാസനും രജനീകാന്തും വിജയകാന്തും മോഹൻരാജുമെല്ലാം അരങ്ങ് തകർക്കുമ്പോഴും തൻ്റേതായ ശൈലിയിൽ വിജയ് ഈ നടന്മാർക്കെല്ലാം സമാന്തരമായി വളരുകയായിരുന്നു. ആക്ഷൻ സിനിമകളിൽ തിളങ്ങിയ വിജയ് തുള്ളാതെ മനവും തുള്ളും, പ്രിയമാനവളെ, കാതലുക്ക് മര്യാദൈ, പ്രിയമുടൻ, മിൻസര കണ്ണ എന്നീ കഥാപാത്രങ്ങളും തനിക്ക് അഭിനയിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. இந்த 1 year மேரேஜ் லைஃப்ல நீ பட்ட கஷ்டத்தை எமோஷனலா ஃபீலிங் குறையாம சிம்பத்தி கிரியேட் பண்ற மாதிரி சின்னதா ஒரு ஸ்மைல் போதும். ലേഡീസ് മേലെ അനാവശ്യമായി കൈവെക്കാതെ. പക്കത്ത് വീട്ട് പയ്യൻ എന്ന എപ്പിസോഡിന്റെ 1ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ ഇതുവരെ തരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഇനിയും നൽകണമെന്നും
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.